70 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ എന്ത് സംഭവിച്ചു? 1957, 56 state was formed. At that time, Kerala's per capita income was 25% below the national average. Now, our per capita income is 60% above the national average. ആണ് ചേഞ്ച്. ലോ കൺസംഷൻ. അന്ന് കപ്പയും മത്തിയാണ് ഭക്ഷണം. കപ്പ എന്തുകൊണ്ടാണ്? അരി മേടിക്കാൻ കാശില്ല. ആൻഡ് മത്തി ഈസ് എ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. മഹാരാഷ്ട്രയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ഗവേഷണ വിഷയം മുഴുവൻ ഇത്ര കുറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് മലയാളി എങ്ങനെ ഇത്ര ആരോഗ്യമുള്ളവനായിരിക്കുന്നു. അവസാനം പ്രൊഫസർ PGK പണിക്കർ ഒരു ഫുഡ് ബാലൻസ് ഷീറ്റ് ഓഫ് കേരള ഉണ്ടാക്കി. കേരളത്തിലെ എല്ലാ ഉൽപ്പാദനവും കണക്കൂട്ടിയെടുത്ത് നോക്കിയപ്പോൾ അത്രയും തിന്നാൻ മലയാളിയും അത്ര മോശമില്ല. കാരണം എന്താ? ഔദ്യോഗിക സർവേയിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചക്കയും മാങ്ങയും അതൊന്നും കണക്കൂട്ടിയിട്ടില്ല. അതൊക്കെ മലയാളി തിന്നുന്നതല്ലേ. അത്രക്ക് പരിതാപകരമായിരുന്നു നമ്മുടെ ഉപഭോഗ നില. എന്നാൽ ഇപ്പോൾ കേരള ഈസ് ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇൻ പെർ ക്യാപിറ്റ കൺസംഷൻ. ലോ സേവിങ്. ഇന്ന് റിസർവ് ബാങ്കിൻ്റെ റൂറൽ ഇൻഡെപ്റ്റഡ്നെസ് അസറ്റ് സർവേ എടുത്താൽ കേരളമാണ് ഒരു റൂറൽ ഹൗസ് ഹോൾഡ്സിൽ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത്. അന്ന് മിച്ച സംസ്ഥാനമായിരുന്നു. നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കയറ്റുമതിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. വി ഹാവ് ബിക്കം എ ട്രേഡ് ഡെഫിസിറ്റ്. നമുക്ക് ആവശ്യമുള്ളത് കൂടുതലും പുറത്തുനിന്ന് വാങ്ങുകയാണ്. പക്ഷെ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നും ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് സ്ലോ ഗ്രോത്ത്. പക്ഷെ ഇപ്പോൾ ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഹൈ ഗ്രോത്ത് ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ കൺസംഷൻ ലെഡ് ഗ്രോത്ത്, നോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ് ഗ്രോത്ത്. അന്നേ കേരളം സാമൂഹ്യക്ഷേമ സൂചികളിൽ മുന്നിലാണ്. ഇപ്പോഴോ അതിനേക്കാൾ മെച്ചം. ഇതാണ് വളരെ ചുരുക്കി. കഴിഞ്ഞ 70 വർഷക്കാലത്തിനിടയിൽ 56 സംസ്ഥാനമുണ്ടായി. ഇപ്പോൾ 2026 കേരളത്തിൽ വന്ന മാറ്റങ്ങൾ, സാമ്പത്തിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അന്ന് 56 ഇത്ര പിന്നോക്കമായ പ്രദേശത്ത് ഇത്ര നല്ല സാമൂഹ്യക്ഷേമ നിലയുണ്ടായിരുന്നു? സെക്കൻഡ്, എങ്ങനെയാണ് ഗ്രോത്ത്, കൺസംഷൻ, സേവിങ് റേറ്റ് ഇംപ്രൂവ് ചെയ്തത്? These are the two questions that we will have to answer regarding Kerala's development, and that's what I am going to do. എന്തുകൊണ്ടാണ് ക്ഷേമം താഴ്ന്ന സാമ്പത്തിക നിലയിൽ പോലും ഉണ്ടായത്? 3, റീഡിസ്ട്രിബ്യൂഷൻ. കുറവാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, പക്ഷെ ഉൽപ്പാദിപ്പിച്ചത് കൂടുതൽ നീതിപൂർവമായി വിതരണം ചെയ്യപ്പെടുന്നു. കളക്റ്റീവ് ബാർഗൈനിങ്, വേജസ് റൈസ്. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചേ? കേരളത്തിലെ കൂലി ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികമാണ്. ഇൻക്രീസ് ഇൻ വേജസ് മീൻസ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. സെക്കൻഡ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്, ലാൻഡ് റിഫോം. 60% of the land in Kerala owned by 6-7% of the population was redistributed to 70% of the population, among the 70% of the population. ഒരു സംസ്ഥാനത്ത് ഇതുപോലെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് നടന്നിട്ടില്ല. സോ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്, ആൻഡ് 3, പബ്ലിക് പ്രൊവിഷനിങ് ഓഫ് സർവീസസ്. സർക്കാർ നികുതി പിരിക്കണു. ആ പണം കൊണ്ട് എന്താ ചെയ്തേ? ഇറ്റ്സ് നോട്ട് ട്രാൻസ്ഫർ ടു ദ റിച്ച്. We invested in education, healthcare, social security. Are the beneficiaries? The vast majority of people. So public provision of services is a redistribution. ഇതിൻ്റെ ഫലമായിട്ടാണ്. വരുമാനമൊന്നും അത്ര കേമല്ല ഉള്ളത്. We pursued a strategy of redistribution, and this has resulted in relatively higher quality of life.